ടൈം വന്നങ്ങ് ഇരിക്കുവാണേ. ശ്യാമയുടെ വീട്ടിൽ എല്ലാവർക്കും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ അങ്ങ് വെയിറ്റ് ചെയ്യുവാണ്. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. അപ്പം ഞങ്ങളിങ്ങനെ നിൽക്കുന്നത് ഞങ്ങളെ കണ്ടപ്പോൾ മനസ്സിലായല്ലോ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ടെന്ന്. സോ ദിസ് ഇസ് ലളിത യോഗ ടീം. അവരാണ് കൂടുതൽ ഇന്നത്തെ യോഗയുടെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ശ്യാമയുടെ വീട്ടിൽ ഈ സൗകര്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇതുപോലെ അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us thank you ശ്യാമ, അമ്മക്കുട്ടി, നമ്മുടെ ശ്രീ രവീന്ദ്രൻ, അർജുൻ, എല്ലാവരെയും വീട്ടുകാരെ നമ്മൾ താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ വെന്യൂ ആദ്യം അത് പറയുന്നു. എല്ലാവരെയും നമുക്ക് സ്വാഗതം, സുസ്വാഗതം. ഇനി നമുക്ക് വേദിയിലിരിക്കുന്നവരെ തൽക്കാലം ഒന്ന് വിളിക്കുവാണ്. അമൃതയുടെ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ പിള്ളെ നമുക്ക് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇനി നമുക്ക് സുഭദ്ര എന്നൊരു ടീം ഉണ്ടല്ലോ. സുഭദ്രയുടെ പ്രസിഡന്റ് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ സുഭദ്രയുടെ വൈസ് പ്രസിഡന്റ് സുമതി ടീച്ചറിനെ നമ്മുടെ ആലുവ SNDP സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്താണ്. ചേച്ചിയെ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുക. വരൂ ചേച്ചി. അടുത്തത് നമുക്ക് കൗൺസിലർ, നമ്മുടെ 8ാം വാർഡിലെ കൗൺസിലർ നമ്മളുടെ അടുത്ത് ജോയിൻ ചെയ്യും. അത് 9ാം വാർഡിലെ കൗൺസിലർ ഉണ്ട്. അദ്ദേഹത്തെ ശ്രീ ജയകുമാറിന്റെ വേദിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി സുസ്വാഗതം. അമൃത, സുഭദ്ര, ലളിതയോഗ എന്നീ 3 സംഘടനകളുടെ ആഭിമുഖ്യത്തിലാണ് ഇന്നിവിടെ ഈ ഇന്റർനാഷണൽ യോഗ ഡേ സെലിബ്രേഷൻസ് 2024 നടത്തുന്നത്. നിങ്ങൾക്ക് കുറേ സംശയം ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ സുമ ചേച്ചി റിട്ടയർമെൻറ്റിന് ശേഷം വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് സുമ ചേച്ചി ബിസി ആവാൻ വേണ്ടി മാത്രമല്ല ചേച്ചിയോടൊപ്പം രാജേന്ദ്രപിള്ളച്ചേട്ടനും കുറച്ച് നല്ല സുമനസ്സുകളായ വ്യക്തിത്വങ്ങളും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടികളാണ് അമൃത, സുഭദ്ര ആൻഡ് ലളിതയോഗ. ലളിതയോഗ എന്ന് പറയുന്നത് ശരിക്കും അമൃതയുടെ കീഴിൽ വരുന്ന ഒരു സംഭവം. ഈ ലളിതയോഗ ഉണ്ടാവാനുള്ള ഒരു കാരണമുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു കുറച്ച് കൂട്ടുകാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും യോഗ പഠിക്കണമെന്നുള്ള ആഗ്രഹം നമുക്ക് നമ്മുടെ സംശയിച്ചു. ഞങ്ങൾക്ക് വലിയൊരു യോഗ ക്ലാസ് 2019 രാവിലെ 5 മണി മുതൽ 6 മണി വരെ എൻ്റെ ടീച്ചറിൻ്റെ വീട്ടിൽ വെച്ച് ഒരു മാസത്തെ ക്ലാസ്, അതായത് 2019 മെയ് ജൂൺ സമയത്ത് എടുക്കുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഞങ്ങൾ പങ്കെടുത്ത് ആ വർഷത്തെ യോഗ ഡേ സെലിബ്രേഷൻ ജൂൺ 21 ഞങ്ങൾ ഈ അമൃതയുടെ ഹോളിൽ ശ്രീചേരിയുടെ മുകളിലുള്ള അമൃതയുടെ ഹോളിൽ വെച്ച് ഒരു പെർഫോമൻസൊക്കെ നടത്തി വലിയ വിജയമാക്കി തീർന്നിരുന്നു അന്നത്തെ ക്ലാസ്. പക്ഷെ അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ നിന്നുപോയി. പിന്നീട് വീണ്ടും ഡെയിലി യോഗ ചെയ്യണമെന്നൊരു ആശയം ചേച്ചി മുന്നോട്ട് വെച്ചപ്പോൾ അതിന് കണ്ടുപിടിച്ചൊരു മാർഗമാണ് ഓൺലൈൻ ക്ലാസ്. കാരണം ഓൺലൈൻ ക്ലാസ് അല്ല, ഓൺലൈൻ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സുമ ചേച്ചി മിക്കവാറും എപ്പോഴും യാത്ര ചെയ്യുന്ന ആളാണ്. ചിലപ്പോൾ അമേരിക്കയിൽ, ചിലപ്പോൾ ഓസ്ട്രേലിയയിൽ, എപ്പോൾ ചോദിച്ചാലും മിസ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ അമേരിക്കയിൽ രാത്രി 8 മണി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾക്ക് ഒരു കഴിഞ്ഞു അങ്ങനെ വളരെ ഭംഗിയായിട്ട് നല്ലൊരു നേതൃത്വത്തിൽ ഈ പ്രോഗ്രാം ഇന്നും വരെ നല്ല സുഗമമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും പോകും. ആരൊക്കെ നിർത്തിയാലും ഞങ്ങൾ നിർത്തും. അപ്പോൾ പുതിയ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഞങ്ങളുടെ ഓൺലൈൻ ആയതുകൊണ്ടുള്ള ഗുണം മറ്റത് ഞങ്ങൾ ഇവിടെ റഹീദ ഷാബിന്ന് അബുദാബിയിലുള്ള ചാവക്കാടാണ് റജീന. അബുദാബിയിലായാലും ആദ്യ ക്ലാസ്സിൽ വരും. പിന്നെ ഒരു മേരിക്കുട്ടി ഉണ്ടായിരുന്നു പൂനെയിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ശോഭിച്ചു, ഷൊർണൂരിൽ നിന്നാണ് ഗീത ചേച്ചി വന്നത്. പറയാൻ പറ്റില്ല. 2 ഓഫ്ലൈൻ മീറ്റിംഗ് ഇവിടെ വെച്ച സമയത്ത് ഇത്രയും ദൂരം താണ്ടി ആ ചേച്ചി ഇവിടെ വന്നിരുന്നു. പറഞ്ഞ സംഘടന നല്ല ചേച്ചിയായിരുന്നു.
പിന്നെ സ്വാഗതാശംസിക്കാനാണ് എന്ത് ജോലി ആശംസിക്കാൻ ഓർമ്മയില്ല. പക്ഷേ ശോഭ ചേച്ചി ഓർമ്മ ശോഭ ചേച്ചിയല്ല ചേച്ചി ഓർത്തപ്പോൾ ഒരു വിഷമം. ഓക്കെ, നീ പറയുകയാണെങ്കിൽ നീ സുമ ചേച്ചി സുമ ചേച്ചി നമ്മളിങ്ങനെ കാണുമ്പോൾ എല്ലാവരും നോക്കുന്നത് സുമ ചേച്ചി വീട്ടില് നമ്മളെ പറ്റി. പക്ഷെ അല്ല, സുമ ചേച്ചിയെ പറ്റി പറഞ്ഞാൽ തീരാത്ത അത്രയും ഉണ്ട്. എന്നാൽ എനിക്കറിയാവുന്ന തരത്തിലൊക്കെ ഞാൻ പറയാം. ഒരു നല്ല റൈറ്റർ, ഒരു നല്ല മോട്ടിവേറ്റർ, ഒരു നല്ല കൗൺസിലർ, പിന്നെ ഒരു നല്ല പാചക വിദഗ്ധൻ, അതിന് വലിയ ഒരു ഇൻഫ്ലുവൻസ്, ഒരാളെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് അവർക്കൊരു മനസ്സമാധാനം കൊടുക്കാൻ സാധിക്കുന്നുള്ളത് ആ ചേച്ചി. പിന്നെ അതിലൊക്കെ വരും നമ്മുടെ സ്വന്തം ചേച്ചി. ഇങ്ങനെയുള്ള മേഖലകളിലെല്ലാം ഇത് മിടുക്കിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചേച്ചി. എല്ലാവരും 12 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. 12ാമത്തെ പുസ്തകം ഈ കഴിഞ്ഞ ജൂണിൽ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നത്, അതിലും ബിസിയാണ്. അപ്പം ഇങ്ങനെ ചേച്ചിയെ പറ്റി പറഞ്ഞാൽ തീരില്ല. അതിൻ്റെ പുറകിൽ ചേച്ചി ഇങ്ങനെ എത്ര സ്പീഡിൽ ഓടുന്നത്, പുറകിൽ ഒരാൾ നെടുന്തൂണായിട്ട് നിൽക്കുന്നുണ്ട്, നമ്മുടെ രാജേന്ദ്രൻ. അപ്പം ഇങ്ങനെ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ ദിവസം കൂടെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഞാനിതൊക്കെ നിർത്തിയിട്ട് ഇന്നത്തെ എൻ്റെ കർത്തവ്യത്തിലേക്ക് എടുക്കുകയാണ്. എല്ലാവർക്കും കൃത്യമായി ഇന്നത്തെ ഇന്റർനാഷണൽ യോഗ ഡേ 2024 പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരാളെ പോയാലും അപ്പം അങ്ങനെ ഞാൻ പറയുന്നു, എല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എനിക്ക് തോന്നുന്നു എല്ലാവരും യോഗ ചെയ്യുന്നവരാണ്. ഒന്ന് കൈ ഉയർത്താമോ? യോഗ ചെയ്യുന്നവർ, യോഗ ചെയ്യുന്നവർ, പ്ലീസ്. യോഗ ചെയ്യുന്നവർ, യോഗ ചെയ്യുന്നവർ. അംബിക എന്താ കൈ ഉയർത്താത്തത്? റൈസ് യുവർ ഹാൻഡ്. ഓക്കെ, ഞാനത് അംബിക ഇത്രയും ഫോഴ്സ്ഫുള്ളി പറഞ്ഞാന്ന് പറഞ്ഞാൽ എൻ്റെ അനിയത്തിയാണ്. ഈ അംബിക കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞാൻ ഓടി നടന്ന് യോഗ പഠിപ്പിക്കുന്നു, ഓൺലൈൻ പഠിപ്പിക്കുന്നു അംബിക. പക്ഷെ അംബികയ്ക്ക് ഞാൻ യോഗ കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം ഇത് രാമൻ നമ്പൂതിരിയാണ്. അദ്ദേഹം ഇവിടെ വരുമെന്ന് പറഞ്ഞു. അംബിയോട് പറഞ്ഞു, ഇങ്ങനെ കിടന്ന് പരാതി പറഞ്ഞ് നടക്കാതെ എന്താ ഇവരെ ഫോളോ ചെയ്യുന്നത്. ഞാൻ അംബിയെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ അംബിയയ്ക്ക് ആ സമയത്ത് ഒരാഴ്ചയോളം കൊടുത്തിട്ട് ഈ കഴിഞ്ഞൊരു ദിവസം എന്തോ വിഷമം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അംബിക ഇത് സീരിയസ് ആക്കണമെന്ന് പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു തന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു, എന്റെ കൈ ഉയർത്താൻ ഇത്ര മടി? എനിക്ക് 3-4 സ്റ്റെപ്സ് ഞാൻ ഓർക്കുന്നില്ല ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്. അംബി അത് ചെയ്യുന്നുണ്ട്. അത് പോരാ, കുറച്ചും കൂടി ചെയ്യണം. സോ യോഗ എന്താണ്? യോഗ ലയമാണ്. യോഗ കൊണ്ടുവരുന്നത് ഹാർമണിയാണ്. എന്തിൻ്റെയൊക്കെ ഹാർമണിയാണ്? നമുക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? നമ്മളുടെ ഔദ്യോഗിക പദവിയിൽ നിന്ന് വിരമിച്ചതാണോ? നമ്മുടെ കുഞ്ഞുങ്ങളെ പറയാനാണോ? നമ്മളുടെ ഈ ഭവനമാണോ? അല്ല. സ്വന്തമായി പറയുന്നത് ഈ ഒരു ശരീരം. എന്റെ ശരീരം വേറെ, അമ്മുകുട്ടിയുടെ ശരീരം വേറെ, പക്ഷെ അവനവന് സ്വന്തം. കണ്ണാടി നോക്കിക്കണ്ടാലും നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ കാണുന്ന നമ്മുടെ കണ്ണുകൾ, മൂക്ക്, ചുണ്ട്, ആ ചിരി കാണുമ്പോ ഇത് സുമയുടെ ചിരി. സൗന്ദര്യമുള്ളത് എനിക്ക് തോന്നുക. കൊള്ളാലോ, ഒരു തട്ട് കൊടുക്കുക. ശരീരം സുമ ചേച്ചി, ഞാൻ എന്തായാലും വന്നിരിക്കും. യു ആർ ഹിയർ, താങ്ക് യു. സോഫിയുണ്ട്. പക്ഷെ വരാതെ ഏറ്റിരുന്നവര് പോലും തലവേദനയായിട്ട് ഇതേ കിടക്കണുണ്ട്. അപ്പൊ ദാറ്റ് ഇസ് ദ മനസ്സ്. മനസ്സ് മങ്കിയാണ്. കൊരങ്ങനെ പോലെ അവിടെ ചാടി ഇവിടെ ചാടി ഒരിതില്ല. നമ്മുടെ മനസ്സിനെയും ശരീരത്തിന്റെ ഒപ്പം കൊണ്ടുവന്ന് പരമാത്മാവ് നമ്മളിൽ വെച്ചിരിക്കുന്ന ഒരു ചൈതന്യമുണ്ട്, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാറില്ല. ആത്മാവ്, ആ ആത്മാവ് പറന്നു പോകുന്നത്. നമുക്ക് അടുത്തത് ഉദ്ഘാടനം ചെയ്യാം. എല്ലാ ചടങ്ങിലും ഒരു നിലവിളക്ക് കൊടുക്കുന്നത് ഐശ്വര്യമല്ലേ, ദീപം, ലീവ് കൈൻഡ്ലി ലൈറ്റ്. നമുക്ക് ഉദ്ഘാടനത്തിന് നമ്മളുടെ വാർഡിലെ കൗൺസിലർ ഇല്ല, ഞാൻ അദ്ദേഹം സർലാജിയാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ അടുത്ത വാർഡിലെ ശ്രീ ജയകുമാർ ഉണ്ട്, അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി ക്ഷണിക്കുന്നു. പത്താമത്തെ വർഷമാണെന്നാണ് എൻ്റെ ഏറ്റവും ശരിക്കും ഇതിൻ്റെയൊക്കെ സ്റ്റഡിയുടെ സുഖചേച്ചി ചൈതന്യങ്ങളെ പറ്റി പറഞ്ഞ അബദ്ധമായി പോകുന്ന എനിക്കൊരു പേര്. എന്തൊക്കെ വന്നാലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൻ്റെ, നമ്മുടെ ഋഷി സംസ്കാരത്തിൻ്റെ ഒരു മാതൃക യോഗ, അത് അന്താരാഷ്ട്ര ലെവലിൽ കൊണ്ടുവന്നിട്ട് ആക്കിയ ദിവസം എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും
പ്രധാനമന്ത്രി മോദിജി അഭിനന്ദിക്കാതെ തരമില്ല. അദ്ദേഹമാണ് ഇതിനെ അന്താരാഷ്ട്ര തലത്തിൽ കാര്യം ഇതിന്റെ പ്രയോജനം പറഞ്ഞു കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പറഞ്ഞു കേട്ടാൽ നാളെ മുതൽ എല്ലാവരും അത് ചെയ്യും. അത്രയ്ക്ക് പ്രാധാന്യമുള്ളവരെയാണ് യോഗ. ഞാൻ പലയിടത്തുനിന്നും വായിച്ചിട്ടുള്ളതാണ്. യോഗയുടെ മീനിങ് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. ചിലതില് എല്ലാത്തിനും പറഞ്ഞ യൂണിയൻ കൂടി ചേരലെന്ന് പറയും. അതിൽ വരെ ചിലതിനെ അങ്ങോട്ട് മുഖം, അതായത് എല്ലാത്തിനും ഒരു കൂട്ടിയിണക്കുന്ന മുഖം ആയിട്ട് നമ്മൾ ഈ യോഗയെ കാണും. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഈ ആരോഗ്യമുള്ളൊരു ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ആരോഗ്യമുള്ള ശരീരത്തിന് മുന്നോട്ട് വയ്ക്കണം മനസ്സാണ്. അപ്പൊ നമുക്ക് എന്നാ പിള്ളേരോട് എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മളോട് എനിക്ക് മനസ്സില്ല. ആ മനസ്സില്ല എന്ന് പറയുന്നത് ആ മനസ്സാണ് ഏറ്റവും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. നമുക്ക് എല്ലാവരും പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ശ്വാസം ആണത് കേന്ദ്രീകരിച്ച് ചെയ്യും. എങ്ങനെ നമുക്കിപ്പോൾ ശ്യാമളത്തിൽ ചില ഇമോഷണലായി അത് ചെയ്ത് വരുമ്പോൾ അപ്പൊ ശ്യാമളയുടെ ശ്വാസം വേറെ രീതി വന്നു. അപ്പൊ ശ്യാമളയ്ക്ക് വർത്താനം പറയാൻ പറ്റില്ല. അതിന് ശ്യാമള സന്തോഷത്തോടു കൂടി ഒരു സ്വാഗതം പറയുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ ശ്വാസം വേറെ രീതിയിലായിരിക്കും. അപ്പൊ നമ്മുടെ ശ്വാസങ്ങളൊക്കെ കറക്റ്റ് അനുനയിപ്പിച്ച് കൊണ്ടുപോകണ പ്രാണായാമങ്ങളും ഫിസിക്കൽ എക്സർസൈസിന്റെ പലവിധ യോഗ ആസനങ്ങളും എല്ലാം കൂടി സമന്വയിച്ചുകൊണ്ട് പോകുമ്പോൾ എപ്പോഴും നമുക്കൊരു ആരോഗ്യമുള്ള ശരീരം എപ്പോഴും ഉണ്ടായി. നമുക്ക് എന്ത് ചെയ്യാനും മനസ്സുണ്ട്. ഇപ്പൊ സ്കൂളിൽ കോളേജുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ സർവീസ് സ്കീം ഉണ്ട്. NSSന്റെ ആ മുദ്രാവാക്യം തന്നെ മനസ്സ് നന്നാവട്ടെ എന്നാണ്. കാരണം എല്ലാത്തിനും വേണ്ടത് മനസ്സാണ്. നമ്മുടെ മനസ്സ് നന്നാണെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാം. നമ്മൾ പറയില്ല, നമ്മുടെ ശരീരത്തിന് ഏറ്റവും മോശമുള്ളത് നല്ലതുള്ള ഒരു വസ്തുവുണ്ട് നാക്ക്. നാക്കുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് സമ്പാദിക്കാം, സുഹൃത്തുക്കളാക്കാം, ഇഷ്ടപ്പെടും. ആ നാക്ക് തന്നെ നമ്മൾ വേറെ നിർത്തി പ്രയോഗിക്കുകയെങ്കിൽ നമുക്ക് ശത്രുക്കളെ ഉണ്ടാവും. അപ്പൊ ആ രീതിയിൽ മനസ്സ് നന്നായാൽ നമ്മുടെ മുന്നോട്ടുള്ള എല്ലാ പ്രയത്നങ്ങളും നന്നാവും. ഇപ്പൊ രണ്ടു ചേട്ടൻ പറഞ്ഞാൽ ഈ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. ഇനി നമുക്കതിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കില്ല. പഴയ പോലെ മുറ്റത്ത് ഇത് കളിച്ചും സ്ത്രീകളാണെങ്കിൽ അമ്മയിലും അരകല്ലിലും ഒക്കെ കയറിയുള്ള ജീവിതം ഈ തിരക്ക് പിടിച്ച് സാധിക്കില്ല. പക്ഷെ അതൊരു പ്രതിവിധിയാണ് വന്നത്. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദനൊക്കെ ആദ്യകാലത്ത് അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളുടെ ചിന്മുദ്രയൊക്കെ പുറം ലോകങ്ങളിൽ ആദ്യം പ്രചരിച്ചെങ്കിൽ പോലും ഇത് 2014 ഇത് ഏതായാലും ലോകശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് വന്നത്. ഇപ്പൊ നമ്മുടെ ഭാരതീയ സംസ്കാരം ലോകമെങ്ങും, യോഗ എന്ന് പറയുമ്പോൾ ഭാരതം ഋഷികളുടെ നാട്, ഋഷി സംസ്കാരം. ആ രീതിയിലൊക്കെ ഇതിനെ ഒരു തരത്തിലും ഒരു മതപരമായിട്ടുള്ള ഒരു വേർതിരിവിൽ കാണിക്കുന്ന കാര്യമില്ല. മനുഷ്യനും മനസ്സുമാണ്. ഏത് മതത്തിലുള്ളവരാണ്. ഇപ്പൊ രാവിലെ യോഗയിലൊക്കെ പറയില്ലേ, ഒരുപാട് മാറി നമ്മുടെ ശരീരം ആരോഗ്യമുള്ളതായിട്ടുണ്ട്. എല്ലാവരും തന്നെ 12 വയസ്സിന് മുകളിലുള്ളതാണ് ഇത് ചെയ്യാൻ നിഷ്കർഷിച്ചേക്കണം. 12 വയസ്സിലുള്ളവരെ എല്ലാവരെയും തന്നെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെ പറഞ്ഞ് ചെറിയ ചെറിയ ബാലപാഠങ്ങളാണെങ്കിലും യോഗയുടെ ഒക്കെ ചെയ്ത് അവരുടെ ശരീരത്തെ ഇന്നത്തെ കാലത്തെ ആ പിരിമുറുക്കം ജീവിതം ഇപ്പൊ നമ്മുടെ പോലീസിലൊക്കെ കിട്ടുമ്പോൾ നല്ല പവറാകുന്നുണ്ട്. നമ്മൾക്ക് യോഗയെ കുറിച്ച് ഒന്നും കൂടി പറയാം. ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ പറയും. അതായത് യോഗയിൽ 5 സെഗ്മെന്റ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പഞ്ച അതായത് പഞ്ചഭൂതങ്ങൾ: വായു, അഗ്നി, ആകാശം, ഭൂമി, ജലം. ഇത് ആകാശവും ഭൂമി നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വന്തം ഭൂമി ശരീരം, ആകാശം എന്ന് പറയുന്ന ആ കുസൃതി കാണിക്കുന്ന മനസ്സ്, അത് രണ്ടും അങ്ങനെ നിന്നു. ബാക്കി 3 പേരും കൂടിയാണ് നമ്മൾ ഈ ജീവിതശൈലി ഇഷ്ടങ്ങളിലോട്ടും അനിഷ്ടങ്ങളിലോട്ടും തള്ളിവിടുന്നത്. നമ്മുടെ ഉള്ളിലുള്ള വായു, ജയൻ വളരെ നന്നായി പ്രസന്റ് ചെയ്തു. വായു, അഗ്നി, ജലം. ഇവരുടെ വേരിയേഷൻ നമ്മുടെ ഓരോ ശരീരത്തിന് വെവ്വേറെയാണ് വേണ്ടത്. അമ്മുക്കുട്ടിക്ക് വേണ്ടതല്ല എനിക്ക് വേണ്ടത്. അവനവന്റെ ശരീരത്തിൽ ഇവയെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ 5 സെഗ്മെന്റിൽ നമ്മൾ കൊണ്ടുവരിക. അപ്പൊ ആദ്യം പ്രാണായാമ, അതിനെ ശ്വസനക്രിയ എന്ന് നമുക്ക് പറയാം. പ്രാണൻ എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ആ ഒരു ശ്വാസം, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൺട്രോൾ ചെയ്ത് ഡിസിപ്ലിൻ ആയിട്ട് കൊണ്ടുപോകാമോ. മല കയറുമ്പോൾ ഉള്ള നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കയറ്റം കയറുമ്പോൾ സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, ലിഫ്റ്റിൽ നമുക്ക് പോകാം. അപ്പൊ ആ ഒരു പ്രാണായാമം നമുക്കൊന്ന് ആദ്യം എല്ലാവരും ഒന്ന് നേരെ ഇരുന്ന്, അവരുടെ നട്ടലൊന്ന് നേരെ ഇരിക്കട്ടെ. സ്പൈനറക്റ്റ് എന്ന് തന്നെ ഇരിക്കുന്നതായിട്ട് വിചാരിച്ചുകൊണ്ട് ശ്വാസം ഒന്ന് എടുത്ത് ശ്വാസം വിട്ട്, ശ്വാസം എടുക്കുന്നു, ശ്വാസം
ഒന്നും കൂടെ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇപ്പൊ എടുക്കുമ്പം കാലിന്റെ പെരുവിരലിൽ നിന്നുള്ള ഓരോ കോശങ്ങളിലും നമ്മൾ ശുദ്ധവായു ഓക്സിജൻ നിറച്ച് നമ്മൾ നെറുകയിലെത്തുന്നിടം വരെ എത്രത്തോളം നമുക്ക് പിടിച്ചു നിൽക്കാമോ അതുപോലെ സാവകാശം ഈ കോശങ്ങളെല്ലാം ബോഡി സ്കാൻ ചെയ്തൊന്ന് കണ്ടു നോക്കൂ. സ്മൈലുകളായിട്ടിരിക്കുന്നു അവര്. എന്നിട്ട് നമ്മളിങ്ങനെ മൂക്കിക്കൂടെ എടുക്കുന്നു, മൂക്കിക്കൂടെ വിടുന്നു. സങ്കല്പത്തിൽ വളരെ ശക്തിയുണ്ട്. നമ്മൾ നമ്മൾ പോവാണ്. ശ്വാസം എടുക്കാം, മൂക്കിൽ കൂടെ എടുക്കുന്നു. പക്ഷെ നമ്മുടെ ശരീരത്തെ സ്കാൻ ചെയ്ത് കാലിന്റെ വിരലിൽ നിന്ന് ഇതാ ഓരോ ഉച്ചിയാണ്. ശ്വാസം വിടുക. ശ്വാസം വിടുമ്പം കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ തള്ളി ലാസ്റ്റ് ബബിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ ഗോൺ. ആൻഡ് ദ സ്മൈലീസ്, ആ ഇമേജ് സ്മൈൽ ചെയ്തവരെല്ലാം അല്പം കൈകൊട്ടുവാണ്. എനിക്ക് ഒരു ഉന്മേഷം കിട്ടിയല്ലോ എന്നാണ്. ഒന്നിൽ തുടങ്ങിയ മൂന്നെന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരിക്കൽ കൂടി ചെയ്യാം. ഇപ്പൊ ചെയ്യുമ്പോൾ കോശങ്ങളെ പതുക്കെ അവിടെ മാറ്റി വെച്ചിട്ട് പേശികളും ഞരമ്പുകളും എല്ലുകളും അവയവങ്ങളിലും കൂടി കയറി പോട്ടെ. പക്ഷെ അപ്പോഴും കാലിൽ തന്നെ പോണത് നമുക്ക് എടുക്കാം. ശ്വാസം എടുക്കാം ദീർഘമായി. കാലുകളിൽ കൂടി, മുട്ടുകളിൽ കൂടി, തൊടകളിൽ കൂടി, അരക്കെട്ടിലൂടി, അബ്ഡമനിൽ കൂടി. ആമാശയം നമ്മുടെ നെഞ്ചിന്റെ മുതുകിന്റെ ഏരിയയിലും നട്ടെല്ലിലൂടി മൂലാധാരത്തിൽ നിന്ന് അങ്ങനെ കയറി ഷോൾഡേഴ്സ്, കൈകൾ, കഴുത്ത്, മുഖം, ബ്രെയിൻ, തല എല്ലാം എത്തി. ഹോൾഡ് ചെയ്യാൻ പറ്റുന്നവ ഹോൾഡ് ചെയ്തോളൂ. നൗ ഇറ്റ് ഈസ് ടൈം നമുക്ക് എക്സേൽ ചെയ്യാം. എക്സേൽ ചെയ്യുമ്പം നമുക്ക് ഈ അവയവങ്ങളിലൊക്കെയുള്ള ചില വൈഷമ്യങ്ങൾ നമ്മൾ തള്ളിക്കളയുന്നു. എവിടെയൊക്കെ ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഇത് പോട്ടെ എല്ലാം പോട്ടെ. എക്സേലിംഗ് ഇറ്റ് ഔട്ട്. താങ്ക് യു എവരിവൺ ഫോർ ദ കോർപ്പറേഷൻ. 39-ാം വയസ്സിൽ തുടങ്ങി ഞാൻ ഈ സംഭവം ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഈ സർട്ടിഫിക്കറ്റും മെമന്റോയും കൊടുത്തപ്പം ദേ ആർ മാസ്റ്റേഴ്സ്, ദേ ക്യാൻ ടീച്ച് യോഗ. ഞാനിവിടെ അനൗൺസ് ചെയ്യാണ്. എല്ലാവരും മനസ്സിൽ വെച്ചോളൂ. ഇത്രയും കുട്ടികളുണ്ട് നമ്മുടെ ഇടയിൽ. ഈ പറയുന്ന 8-ാം വാർഡിലാണ് ഇവർ കിടക്കുന്നത്. നമുക്ക് ഇതങ്ങോട്ട് പ്രചരിപ്പിക്കണം. എവിടെ ജയം പോയി, നമുക്ക് മറ്റ് വാർഡുകളിലോട്ടും അകത്തും, നമുക്ക് മറ്റ് വാർഡ് നിങ്ങളും വാമൊഴി കൂടെ ആയാലും പറയൂ, ഇന്നടത്ത് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ലളിത യോഗ മീൻസ് അതുകൂടെ ഒന്ന് പറഞ്ഞോട്ടെ, ദാറ്റ് ഈസ് സോ സിമ്പിൾ എന്നുള്ളതാണ്. ഏത് പ്രായക്കാർക്കും ചെയ്യാം. നിൽക്കാൻ പറ്റാത്തവർക്ക് കസേരയിൽ ഇരുന്ന് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കാണും കേട്ടോ ഒരു പെർഫോമൻസ്. കസേരയിൽ ഇരുന്ന് ചെയ്യാം. കിടന്നേ പറ്റുള്ളെങ്കിൽ കിടന്ന് ചെയ്യാം. എല്ലാവരോടും ചിലരോടും പനിയാ, ഇവര് തന്നെ ചിലപ്പോ പറയും, സുമ ചേച്ചി 2 ദിവസം ഞാൻ ബ്രേക്ക് എടുക്കുകയാണ്. ബ്രേക്ക് എടുത്തോ പ്ലാറ്റ്ഫോമിൽ നിന്ന്. പക്ഷെ കിടന്നും കൊണ്ടുള്ള ശ്വസനക്രിയ മറന്നുപോവല്ലേ. കിടന്നും കൊണ്ട് ഒക്കുന്ന പോലെ കൈയും കാലും ഉയർത്താൻ മറന്നുപോവല്ലേ. യോഗ നമ്മളുടെ ആത്മാവായിട്ടെടുത്ത് പ്രാണവായുവായിട്ടെടുത്ത വായു ശ്വസിക്കാതെ നമ്മുടെ ഇരിക്കില്ലല്ലോ. അപ്പൊ ആ ശ്വസനം പോലെ തന്നെ യോഗ എടുക്കാനാ പറഞ്ഞത്. അതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ പെർഫോമൻസ് അവരെല്ലാം എല്ലാവരും നമസ്തേ പറഞ്ഞു അല്ലേ, സായി ഉൾപ്പെടെ എല്ലാവരും. ഈ നമസ്തയിൽ നമ്മൾ പറയുന്നത് ഇത് നീ, ഈ കൈ, ഇത് ഞാൻ, നമ്മളൊന്ന്. എല്ലാവരും ഒന്ന് മനസ്സിൽ ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പറഞ്ഞേ. ആ നമസ്തേല് ചേച്ചിക്ക് അമ്പിയോട് പറയാം, സീനത്തിന് മായയോട് പറയാം, അമ്മക്കുട്ടിയോട് പറയാം, അവനവൻ പറഞ്ഞേ. ഓക്കെ, ലെറ്റ്സ് സേ നമസ്തേ. ചേച്ചി വി ആർ വൺ. വേറെ പുറത്തുള്ളവരാണെങ്കിൽ ഇങ്ങനെ പിടിക്കണ്ട കേട്ടോ, കുട്ടികളായിരിക്കുന്ന കാര്യം. നമുക്ക് കൾച്ചർ ഉണ്ട്. യോഗ ഈസ് സിംപ്ലി ഫോളോയിങ് സംസ്കാരം. നമ്മൾ യോഗ ബിസിനസ് അല്ല, പണ്ടത്തെ ഗുരുകുല വിദ്യാഭ്യാസം പോലെ. അപ്പൊ ഇനി ഞാൻ പിന്നെ തിരിച്ചു